നമസ്കാരം. ഞാൻ ശ്രീകാര്യം ഗവൺമെൻറ് ഹൈസ്കൂളിലെ SMC ചെയർമാനാണ്. നമ്മളറിയാം, ഇന്നത്തോളം വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഏറെക്കാലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയൊരു ക്ലാസ് റൂമുകളിലേക്ക് നമ്മുടെ കുട്ടികൾ വന്നിരുന്ന് പഠിക്കണം എന്നുള്ളത്. ഞാനും മുൻകാലം ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാം വളരെ ഹൈടെക് ആയ ക്ലാസ് റൂമുകളിലാണ് ഇരുന്ന് പഠിക്കുന്നത്. ഏകദേശം ഒരു 25-26ഓളം ക്ലാസ് റൂമുകളുണ്ട് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളായി. ഇപ്പം ഈ കാണുന്ന നമ്മുടെ ഈ ബഹുനില മന്ദിരം തന്നെ നമ്മുടെ കഴിഞ്ഞ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 9.5 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ബിൽഡിംഗ് ആണ്, ക്ലാസ് റൂമുകളാണ്. അതിനുപരി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 2 കോടി രൂപ അനുവദിച്ച് കുട്ടികളുടെ ക്ലാസ് റൂമുകളൊക്കെ വളരെ വിപുലീകരിച്ചിട്ടുണ്ട്. വളരെ ഹൈടെക് ആയിട്ടുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി നമ്മുടെ ശ്രീകാര്യം ഗവൺമെൻറ് ഹൈസ്കൂൾ മാറുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു ദിവസം. ഈ ദിവസത്തേക്ക് നമ്മൾ വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ MLA കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. സാറിന്റെ ഇടപെടൽ കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ ഏറ്റവും വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഏറ്റവും വലിയൊരു തുക, സ്കൂളിന്റെ ഭാഗമായി കിട്ടുന്ന ഏറ്റവും വലിയൊരു തുകയായ 9.5 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് അനുവദിക്കുകയും ഇപ്പോഴത്തെ സർക്കാർ വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നു. ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ PTA-യും SMC-യും അധ്യാപകരും ചേർന്നുകൊണ്ട് ഈ അധ്യയന വർഷം ഒരു മെഗാ അഡ്മിഷൻ ഡേ എന്നുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ആ ദിവസം നമ്മൾ ഉദ്ദേശിച്ചത്, ആ ദിവസം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ബാഗും അതുപോലെ തന്നെ നോട്ട്ബുക്കും മറ്റ് പഠനോപകരണമൊക്കെ സൗജന്യമായി കൊടുത്തുകൊണ്ട് വലിയൊരു അഡ്മിഷൻ ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഏകദേശം ഒരു 50 കുട്ടികളെങ്കിലും വരണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരുടെയും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് അത് നമുക്ക് ആ ദിവസം തന്നെ അതൊരു 72 അഡ്മിഷനായി മാറ്റാൻ വേണ്ടി കഴിയുകയും ഇന്നിതാ ഈ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് 130 അഡ്മിഷൻ KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ അഡ്മിഷൻ 130 അഡ്മിഷനായിരിക്കുകയാണ്. അതുപോലെ തന്നെ 1ാം സ്റ്റാൻഡേർഡ് 2 ഡിവിഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ തന്നെ കൂടുതലായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗങ്ങളായാലും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലറായാലും ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം നമ്മുടെ സ്കൂളിനെ വളരെ മുന്നോട്ട് ചലിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയിട്ട് PTA-യുടെയും SMC-യുടെയും അധ്യാപകരൊക്കെ വളരെ വലിയൊരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിന് മികവ് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും വലിയൊരു ക്ലാസ് റൂമുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നല്ലവരായ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ പഠിപ്പിച്ച് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നിങ്ങളും കൂടി സഹകരിക്കണമെന്ന് മാന്യമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.